ഹലോ ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദിത്യ L1 മിഷനെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യയുടെ സൗരദൗത്യമാണ് എന്തെന്ന് പറയുന്നത് ആദിത്യ L1 അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. Sun is the nearest star and the largest object in the solar system. Sun എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്റ്റാറും മാത്രമല്ല എന്താണ് സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുമാണ് എന്തെന്ന് പറയുന്നത് സൂര്യൻ എന്ന് പറയുന്നത്. സൂര്യൻ്റെ പ്രായം ഏകദേശം 4.5 ബില്യൺ ഇയേഴ്സ് ആണ്. ഭൂമിയുടെയും അതുപോലെ ചന്ദ്രൻ്റെയും പ്രായം ഏകദേശം അത് തന്നെയാണ്. സൂര്യനിലുള്ള പ്രധാനപ്പെട്ട ഗ്യാസസ് എന്ന് പറയുന്നത് ഹൈഡ്രജനും ഹീലിയവുമാണ്. സൂര്യനിൽ എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് തന്നെ ഈ ഒരു ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ ചേർന്ന് ഹീലിയം ആകുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ഒരു പ്രക്രിയയുടെ ഫലമായിട്ടാണ് അതെന്ത് ചെയ്യുന്നത് സ്വയം കത്തുന്നത്. എല്ലാ നക്ഷത്രങ്ങളിലും നടക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. പക്ഷേ ഈ പ്രക്രിയ നടക്കുന്നതിന് അമിതമായ ചൂട് ആവശ്യമാണ്. ഈ ഒരു ചൂട് ഉണ്ടെങ്കിൽ മാത്രമേ, ഈ ഒരു ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുകയുള്ളൂ. സൂര്യൻ്റെ കോർ, സൂര്യനെ പല ലെയറുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. സൂര്യനിലേക്ക് പോയി പഠിക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല, പുറമേ നിന്നുകൊണ്ട് പഠിക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ സൂര്യനെ പല ലെയറുകളായിട്ട്, സൂര്യനിൽ പല ലെയറുകളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ സൂര്യൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ലെയർ എന്ന് പറയുന്നത് സോളാർ കോറാണ്. ഏറ്റവും ഉള്ളിൽ, നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ നമ്മൾ കോർ പറയാറുണ്ടല്ലേ, അതേപോലെ സൂര്യൻ്റെ ഉള്ളിലും ഏറ്റവും ഉള്ളിലുള്ളത് എന്താണ്, കോറാണ്. ഈ കോറിന് മുകളിലായിട്ടുള്ള ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയേറ്റീവ് ലെയർ. അതിന് മുകളിലായ ഒരു ലെയർ ഉണ്ട്, കൺവെക്റ്റീവ് ലെയർ എന്നാണ് അതിൻ്റെ പേര്. അതിന് മുകളിലായിട്ടുള്ള ഭാഗങ്ങളെ, അതിന് മുകളിലായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. ഈ 3 ഭാഗങ്ങളെയും ചേർത്ത് നമ്മൾ വിളിക്കുന്നതാണ് സൗരാന്തരീക്ഷം അല്ലെങ്കിൽ സോളാർ അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കാറുണ്ട്. ഈ ഒരു സോളാർ അറ്റ്മോസ്ഫിയറിൽ ഉള്ള ലെയേഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഫോട്ടോസ്ഫിയർ ആണ്. ഈ കൺവെക്റ്റീവ് ലെയറിന് തൊട്ട് മുകളിലായിട്ടുള്ള ലെയറാണ് ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നാം വീക്ഷിക്കുന്ന സൂര്യൻ്റെ ലെയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫോട്ടോസ്ഫിയർ ആണ്. ഫോട്ടോ എന്ന് ഉദ്ദേശിക്കുന്നത് ലൈറ്റ് എന്നുള്ളതാണ്. നമുക്ക് കാണാൻ പറ്റുന്ന വിസിബിൾ ലൈറ്റിലുള്ള സൂര്യൻ്റെ ഭാഗം ഏത് മാത്രമാണ്, ഫോട്ടോസ്ഫിയർ മാത്രമാണ്. ഈ ഫോട്ടോസ്ഫിയറിന് മുകളിലായിട്ടൊരു ലെയർ ഉണ്ട്, ക്രോമോസ്ഫിയർ. അതിന് മുകളിലായിട്ട് സൂര്യൻ്റെ ഏറ്റവും പുറമേയുള്ള ബാഹ്യമായിട്ടുള്ള പാളിയായ കൊറോണയുമുണ്ട്. അപ്പോൾ ഈ ഒരു സോളാർ കൊറോണയിൽ നിന്നുള്ള ഇജക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊറോണൽ മാസ് ഇജക്ഷൻസ് എന്ന്. മാത്രമല്ല സൂര്യനിൽ നിന്നുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസിന് ഒരു ഫ്ലോ ഉണ്ടാവും. ആ ഒരു ഫ്ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോളാർ വിൻഡ്. അപ്പോൾ സൂര്യനിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് സോളാർ വിൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു സോളാർ വിൻഡ് സൗരയൂഥത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ്. ഭൂമിയാകട്ടെ മറ്റ് പ്രദേശങ്ങളാകട്ടെ ഇതിനെയൊക്കെ ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കുക, സ്പേസ് വെതറിനെ കുറിച്ച് പഠിക്കുക. ഭൂമിയിൽ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാലും അതോടൊപ്പം തന്നെ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം എന്ന് പറയുന്നത് ഈ നടക്കുന്ന പ്രോസസ്സാണ്. ഈ സ്പേസ് വെതറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിന് ആക്കം കൂട്ടുന്നത്. അപ്പോൾ ആ ഒരു സ്പേസ് വെതറിനെ കുറിച്ച് മനസ്സിലാക്കാനും സൂര്യൻ്റെ ഈ ഒരു ഘടനയെക്കുറിച്ച് മനസ്സിലാക്കാനും അതിൻ്റെ കൊറോണൽ ഈ ബാഹ്യമായിട്ടുള്ള അന്തരീക്ഷത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെയാണ് നമ്മൾ ആദിത്യ L1 എന്ന് പറയുന്ന ഒരു മിഷൻ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് അത് ലഗ്രാഞ്ചി പോയിന്റ് 1 എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ലഗ്രാഞ്ചി പോയിന്റ്, എന്താണ് അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അവിടെ എന്തുകൊണ്ടാണ് ഇന്ത്യ അവിടെ പ്ലേസ് ചെയ്തത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. അപ്പോൾ സോളാർ വിൻഡ് എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആദിത്യ L1 വിക്ഷേപിച്ചത് PSLV C57 ആദിത്യ L1 ആണല്ലേ. ആ L തിരിച്ചിട്ടാൽ 7
കിട്ടില്ലേ. അപ്പോൾ PSLV C-57 എന്ന് പറയുന്ന വാഹനത്തിലാണ് ആദിത്യ L1 വിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ PSLV എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പ്രീമിയർ ലോഞ്ച് വെഹിക്കിൾ ആണ് അല്ലേ. ഇന്ത്യയുടെ 3ാം തലമുറയിൽപ്പെട്ട ലോഞ്ച് വെഹിക്കിൾ ആണ് PSLV എന്ന് പറയുന്നത്. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ്. ഏകദേശം 1750 കിലോ വരെയുള്ള വെയിറ്റ് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? PSLVക്ക് ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. PSLV C-57 will launch Aditya L1 spacecraft in a highly eccentric earth-bound orbit. The spacecraft will perform orbital maneuvers by using the LAM to reach Sun-Earth Lagrange point L1. L1 പോയിന്റിലാണ്. L1 പോയിന്റ് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഒരു പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത് L1 പോയിന്റ്. ഈ ഒരു പോയിന്റിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ ഫ്യൂവൽ ലോസ് കുറവായിരിക്കും. അതായത് ഫ്യൂവൽ കൺസംഷൻ വളരെ കുറവായിരിക്കും. കാരണം എന്ന് പറയുന്നത് രണ്ട് ബോഡീസിനിടയിലായിട്ട് ഏതൊരു രണ്ട് ബോഡീസിന് സെലസ്റ്റിയൽ ബോഡീസ് എടുത്തു കഴിഞ്ഞാൽ ഏത് ബോഡീസ് മാസീവായിട്ടുള്ള ഏത് ബോഡീസ് തമ്മിൽ എന്തുണ്ടെന്ന് അറിയാം. നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ഫോഴ്സ് ബാലൻസ് ചെയ്യപ്പെടുന്ന ചില പോയിന്റുകളുണ്ട്. അതായത് ഈ ഒരു പോയിന്റിൽ അത് ബാലൻസ് ചെയ്യപ്പെടുന്നു. അങ്ങോട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇങ്ങോട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സും സീറോ ആവും. തമ്മിൽ ക്യാൻസൽ ചെയ്തിട്ട് സീറോ ആവുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലഗ്രാഞ്ചി പോയിന്റുകൾ എന്ന് പറയുന്നത്. സൂര്യനും ഭൂമിക്കും ഇടയിൽ ഏകദേശം 5 ലഗ്രാഞ്ചി പോയിന്റുകളാണുള്ളത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 5 ലഗ്രാഞ്ചി പോയിന്റുകൾ എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും അല്ലേ. L1 പോയിന്റ് ഉണ്ട്, L2 ഉണ്ട്, L3 ഉണ്ട്, L4 ഉണ്ട് ആൻഡ് L5 ഉണ്ട്. 5 ലഗ്രാഞ്ചി പോയിന്റുകളാണ് ആ പോയിന്റുകൾ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഈ ലഗ്രാഞ്ചി പോയിന്റ് 1ലാണ് എന്ത് വിക്ഷേപിച്ചിരിക്കുന്നത് ആദിത്യ L1. അവിടെയാണ് നമ്മൾ ആദിത്യ L1 വെച്ചിരിക്കുന്നത്. ഈ ഒരു പോയിന്റിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ സൂര്യനെ വീക്ഷിക്കാൻ സാധിക്കുന്ന എല്ലാ സമയവും സൂര്യനെ വീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പോയിന്റും കൂടെയാണ് എന്തെന്ന് പറയുന്നത് ലഗ്രാഞ്ചി പോയിന്റ് 1 എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പോയിന്റ് തന്നെ അത് തിരഞ്ഞെടുത്തത്. വിക്ഷേപണ വാഹനം ഏതായിരുന്നു? PSLV C-57 ആയിരുന്നു എന്തെന്ന് പറയുന്നത് വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്.